Hi friends, Chully വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാവയ്ക്ക കിച്ചടിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു വലിയ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ കടുക്, 6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പാവയ്ക്ക ഒന്ന് മൂത്ത് വരുമ്പോൾ 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വറുത്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ജാറിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കി 3 മുളകും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ നമ്മളിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 1 കപ്പ് പുളിയുള്ള തൈരും വറുത്ത് വെച്ച് പാവയ്ക്കയും പിന്നെ താളിക്കാനായിട്ട് 2 വറ്റൽമുളകും 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്